യോഗത്തിന് സ്വാഗതം പറഞ്ഞ റവറൻഡ് ഡോക്ടർ ടി.ഐ. ജെയിംസ്, പ്രൊഫസർ ടി.പി. കുഞ്ഞിക്കണ്ണൻ, റവറൻഡ് ഡോക്ടർ ടി.ആർ. സദാനന്ദ, പ്രൊഫസർ കെ.എസ്. മാധവൻ, ശ്രീ ഡെൻസിൽ ജോൺ, പ്രൊഫസർ ജയപ്രകാശ് രാഘവയ്യ, ശേഷം വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വിശ്വാസവും വ്യവസായ നവീകരണവും ബാസൽ മിഷൻ മലബാറിലും ദക്ഷിണ കർണാടകയിലും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്ന ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അതിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചതിനോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. നമ്മുടെ മലബാറിലുള്ള സമൂഹത്തിന്, ക്രിസ്തീയ സമൂഹത്തിന് പ്രത്യേകിച്ച് ഈ പുസ്തകം ഒരു മുതൽക്കൂട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഭാരതത്തിൽ നിരവധി മിഷൻ സമൂഹങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ബാസൽ മിഷൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു എന്നതിനപ്പുറമായിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ ഭാഷയ്ക്കും കൾച്ചറിനും എല്ലാം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ബാസൽ മിഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് മലബാറിലും ദക്ഷിണ കർണാടകയിലുമുള്ള വ്യവസായങ്ങളുടെ നവീകരണം. ആധുനിക വ്യവസായത്തെ നമ്മുടെ സമൂഹത്തിന് പരിചയപ്പെടുത്തിയത് ബാസൽ മിഷനായിരുന്നു. നെയ്ത്ത് വ്യവസായവും ഓട് വ്യവസായവും എല്ലാം അവരുടേതായ സംഭാവനകളാണ്. ഇന്നും ഏതാനും ടൈൽ ഫാക്ടറികൾ മലബാറിലും ദക്ഷിണ കർണാടകയിലും തുടർന്നും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതെല്ലാം ബാസൽ മിഷന്റെ സംഭാവനകളുടെ പ്രതീകമായിട്ട് ഇന്നും നിലനിൽക്കുന്നതാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ആധികാരികമായിട്ട് ഈ സംഭാവനകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന അധികം ഗ്രന്ഥങ്ങൾ നമ്മുടെ ഭാഷയിലില്ല. ഞാൻ സൂചിപ്പിച്ച പോലെ ശ്രീ ജയപ്രകാശ് രാഘവയ്യ 1988 89 മറ്റും പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകം ഈ ഒരു സബ്ജക്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ്. അതിനുശേഷം 2018 വീണ്ടും അതിനെ വിപുലീകരിച്ച് Faith and Industrial Revolution, Basel Mission's contribution to Malabar and South Karnataka, South Canada എന്ന ഗ്യാൻ പബ്ലിക്കേഷന്റെ ഒരു പുസ്തകം അദ്ദേഹം രചിക്കുകയുണ്ടായി. അത് തീർച്ചയായിട്ടും ഈ ഒരു സമൂഹത്തെ, മലബാറിലെ ബാസൽ മിഷൻ സമൂഹത്തെ, അതിന്റെ കോൺട്രിബ്യൂഷനെ നമുക്കെല്ലാവർക്കും പരിചയപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ന് അതിന്റെ മലയാള പരിഭാഷ ഒരുങ്ങിയിരിക്കുകയാണ്. മാതൃഭൂമി ആണ് ഇതിനെ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചത്. മലബാർ മഹാഡവിയും മാതൃഭൂമിയും ചേർന്ന് നടത്തിയ ഒരു സംരംഭമാണ് ഇത്. ബാസൽ മിഷൻ സമൂഹത്തെക്കുറിച്ചും സമൂഹം ഈ മലബാറിലും ദക്ഷിണ കർണാടകയിലും നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് അതിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും ഇതിനെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ബാസൽ മിഷൻ തിയോളജിയും ബാസൽ മിഷൻ ജീവിത രീതിയും അതിനെക്കുറിച്ച് അധികമായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് കഴിയുകയില്ല. ഈ സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, നമുക്കധികം പുസ്തകങ്ങളില്ല നമ്മുടെ സമൂഹത്തെ പരിചയപ്പെടുത്താനായിട്ട്.
സുകുമാരി എന്നൊരു നോവൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് രചിച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ പാസ്റ്റർ മിഷന്റെ ആദ്യകാല തിയോളജിയെക്കുറിച്ചും അന്നത്തെ ജീവിത രീതിയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും. അതിനുശേഷം ഒരുപക്ഷെ ഈ ഒരു പുസ്തകമാണ് നമുക്ക് വഴികാട്ടിയായിട്ടുള്ളത്. ഞാൻ പ്രൊഫസർ ജയപ്രകാശ് രാഘവയെ മലബാർ മഹായിടവയുടെ CSI സഭയുടെ പേരിൽ അഭിനന്ദിക്കുന്നു. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹം നൽകി ഇനിയും സമൂഹത്തിനും സഭയ്ക്കും സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു കൊടുക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗത്തിൽ വന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം കൊണ്ടാണ് ഇന്ന് ഈ ഒരു യോഗത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഈ രീതിയിലുള്ള നിരവധി പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് ഒരുമിച്ച് നടത്താനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. വേദിയിലെ ആദരണീയരായ ഗുരുനാഥന്മാരെ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ. പക്ഷെ അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. വർഷങ്ങളായി, ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി നടത്തിയിട്ടുള്ള ഒരു വലിയ സബരിയുടെ പരിസമാപ്തി എന്നുള്ള നിലയിൽ, വർഷങ്ങളായി നീണ്ടു നിന്നിട്ടുള്ള ഒരു വലിയ ഗവേഷണത്തിന്റെ പരിസമാപ്തി എന്നുള്ള നിലയിലാണ് ജയപ്രകാശ് രാഘവയ്യ സാബരി പുസ്തകം മലയാളത്തിലും പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ബാസൽ മിഷൻ വ്യവസായങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ പുസ്തകം നേരത്തെ തന്നെ ഇംഗ്ലീഷിൽ എഴുതിച്ചു. അത് കാണാൻ എനിക്കിടയായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്യാൻ പബ്ലിഷേഴ്സിന്റെ ഇംഗ്ലീഷിലുള്ള പുസ്തകം തയ്യാറാക്കുകയും അത് കുറെക്കൂടി വിപുലീകൃതമായ രീതിയിൽ ജനങ്ങൾക്കെല്ലാം എത്തിക്കുന്നതിന് വേണ്ടി മലയാളത്തിലെ പുസ്തകം ഇപ്പൊ നമുക്ക് ലഭ്യമാവുകയും ചെയ്തു. ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, ആ പുസ്തകം വായിക്കാനിടയായിട്ടുള്ള വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇത്രയേറെ പ്രവർത്തനം ചെയ്ത് നമ്മുടെ വിഷയത്തിനും ഈ ഗവേഷണ മേഖലയ്ക്കും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെ എൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ആദ്യമായിട്ട് ഉപയോഗിക്കും. ഈ പുസ്തകം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തെ ഞാൻ ഒരു വാചകത്തിൽ ഇങ്ങനെ ചുരുക്കി പറയാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വാചകത്തിൽ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ജയപ്രകാശ് സാറിന്റെ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പറയുക? അത് ഞാൻ പറഞ്ഞു നോക്കാൻ ശ്രമിക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് കൂടി ഞാൻ ആദ്യമേ സൂചിപ്പിക്കും. കളങ്കമില്ലാത്ത സമ്പത്ത് ഉൽപാദന പ്രക്രിയ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണെന്ന വിശ്വാസം, അഥവാ അങ്ങനെയുള്ള ഒരു പരികൽപ്പന ഒരു നിശ്ചിത പ്രദേശത്ത് നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയത് അതുണ്ടാക്കിയ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഗ്രന്ഥത്തിലെ പ്രതിപാദ്യം, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനപരമായ ഈ കളങ്കമില്ലാത്ത അധ്വാനം. അതാണത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടല്ല, ഒരു സേവനം എന്നുള്ള നിലയിൽ തന്നെ, സമൂഹത്തെ സേവിക്കുക എന്നുള്ള നിലയിൽ തന്നെ അധ്വാനം, ആ അധ്വാന പ്രക്രിയ അത് ഏത് മേഖലയിലാണെങ്കിലും അത് പ്രാർത്ഥനയ്ക്ക് തുല്യമായി കണക്കാക്കിയിട്ടുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് നടപ്പാക്കിയിട്ടുള്ള പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിലുള്ള പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങൾ ഏത് തരത്തിലുള്ള ഒരു അനുരണനങ്ങളാണ് സാമൂഹ്യമായി സാമ്പത്തികമായി ജനങ്ങളുടെ ജീവിതത്തിൽ
ആ പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതിനെ വളരെ ശാസ്ത്രീയമായി നോക്കിക്കാണുന്ന അപഗ്രഥിക്കുന്ന ഒരു പുസ്തകമാണ്. എനിക്ക് അതിൻ്റെ വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതാണ് ഈ പരികല്പന, അല്ലെങ്കിൽ ഏതാണ് ഈ ഒരു സങ്കല്പനം, ആ വിശ്വാസം? അത് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുണ്ടാകുന്ന ആശയ സംഹിതകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാൽവിനിസം എന്ന് പറയുന്ന ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ വന്നിട്ടുള്ളവർ അത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചതുപോലെ സൗത്ത് കനഡയിലും അതേപോലെ തന്നെ നമ്മുടെ ഈ മലബാർ പ്രദേശത്തും. അങ്ങനെ 1834 മുതൽ 1914 വരെ ഉണ്ടാകുന്ന ഏതാണ്ട് 70 വർഷക്കാലം അവർ നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് ഈ നാട്ടിൽ ജനങ്ങളുടെ ജീവിതത്തിൽ, ഈ നാട്ടിലുണ്ടാകുന്ന, ഈ നാടിന്റെ മൊത്തത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വളർച്ചയും ഏതൊക്കെ തരത്തിലുള്ള സംഭാവനകൾ ചെയ്തു, ഓവറോൾ അത് ഏത് തരത്തിലുണ്ടാകുന്ന ഒരു മാറ്റം ഈ പ്രദേശത്ത് ഉണ്ടാക്കി എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഇത് വിശകലനം ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളെ ഊന്നിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത് പാരലായി എടുത്തുകൊണ്ടാണ് സാറ് ഈ പുസ്തകം എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന്, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ. രണ്ട്, അതല്ല, അതിനേക്കാൾ പ്രധാനമായി വികസന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാകുന്നതിന്റെ മാറ്റം. ആ വികസന പ്രവർത്തനങ്ങൾ സ്പെസിഫിക്കലി വ്യവസായമാണ്, വ്യവസായവൽക്കരണമാണ്. വ്യവസായവൽക്കരണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആധുനിക വ്യവസായം, അന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള, ഇന്നൊരു പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന അവസരത്തിൽ അത് ആധുനികമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഈ രണ്ട് സ്ട്രീമിൽ നിന്നാണ് ഈ പുസ്തകത്തെ അല്ലെങ്കിൽ ഇതിന്റെ എഴുത്തിനെ കാണാൻ ശ്രമിക്കുന്നത്. ഒന്ന്, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാസൽ മിഷന്റെ പ്രത്യേകമായിട്ടുണ്ടാകുന്ന ഇടപെടലുകൾ. രണ്ട്, സമാന്തരമായി തന്നെ അവർ എങ്ങനെയാണ് ആധുനികീകരണത്തിന് വേണ്ടി വ്യവസായവൽക്കരണത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴും കളങ്കമില്ലാത്ത രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം എങ്ങനെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാകുന്നു എന്നുള്ള ആ സമീപനം ബേസിക്കലി അവിടെ ഉണ്ട്. ഇത് ഉളവാക്കിയിട്ടുള്ള പ്രതിഫലനങ്ങൾ അടിസ്ഥാനപരമായി ജാതി ഉന്മൂലനം ഒരു പ്രധാനപ്പെട്ട ഭാഗമായി വരുന്നത് കാണാം. അതിന്റെ ഭാഗമായി കേവലമായ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു വ്യവസായ പ്രവർത്തന മാറ്റത്തെക്കുറിച്ചല്ല ഈ പുസ്തകത്തിൽ പറയുന്നത്. ആ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇടപെടലുകൾ, ആരോഗ്യപരമായിട്ടുള്ള ഇടപെടലുകൾ, പുതിയ സാങ്കേതിക വിദ്യയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഇവ മൂന്നും ചേർന്നുകൊണ്ടുണ്ടാകുന്ന ഒരു സവിശേഷ സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് ജനങ്ങളുടെ തൊഴിലിലേക്ക് എങ്ങനെ വരുന്നു. തൊഴിൽ മാത്രമല്ല, അത് ഓവറോൾ ആയിട്ട് അവരുടെ ഒരു ഉപജീവന മാർഗത്തെ ഏത് രൂപത്തിൽ സ്വാധീനിക്കുന്നു. ആ ഉപജീവന മാർഗത്തിൽ വന്നിട്ടുണ്ടാകുന്ന ഒരു മുന്നേറ്റം എങ്ങനെയാണ് സാമൂഹികമായ ചലനാത്മകതയിലേക്ക്, സോഷ്യൽ മൊബിലിറ്റിയിലേക്ക് നീങ്ങുന്നത്. അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സാമൂഹ്യ ഘടനയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ്, അത് മനുഷ്യന്റെ കുടുംബജീവിതത്തിൽ, വിവാഹ ബന്ധങ്ങളിൽ, ജാതി ചിന്തകളിൽ, അതിനെ തുടർന്നുണ്ടാകുന്ന മറ്റ് സാമൂഹിക സംഘാടന രീതിയിൽ, സോഷ്യൽ ഓർഗനൈസേഷൻസ്, അങ്ങനെ പലതരത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാം ഏതേത് രീതിയിൽ വിവരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ പുസ്തകത്തിലെ ഓവറോൾ ആയിട്ടുണ്ടാകുന്ന ഒരു പുസ്തകമാണ്. സ്പെസിഫിക്കലി നമ്മൾ ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ, ഒരുപാട് പേര് അതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്. അതിന്റെ ഉള്ളടക്കത്തിലേക്ക് വന്നാൽ പ്രധാനമായും 7 അധ്യായത്തിലാണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും 7 അധ്യായത്തിലാണ് ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പറയാൻ ശ്രമിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ബാസൽ മിഷൻ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് പോകുന്നത്. അത് ബാസൽ മിഷൻ മാത്രമല്ല അവസരത്തിൽ വന്നിട്ടുള്ളത് LMS, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലുള്ള തിരുവിതാംകൂർ ഭാഗത്തുണ്ടായിരുന്ന LMSന്റെ പ്രവർത്തനങ്ങളുണ്ട്, മധ്യ കേരളത്തിന്റെ ഭാഗത്തുണ്ടായിരുന്ന CMSന്റെ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് മലബാർ ഭാഗത്തേക്ക് വന്നിട്ടുള്ള, അല്ലെങ്കിൽ സൗത്ത് കനഡ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടാകുന്ന ബാസൽ മിഷൻ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്. ഈ പരിശോധന നടത്തുന്ന അവസരത്തിൽ ബാസൽ മിഷൻ പ്രധാനമായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയല്ല എന്നും, മറിച്ച് ആ മതസംഘം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. മതപരിവർത്തനം എല്ലാവരും നടത്തിയിട്ടുണ്ട്, പക്ഷെ ആ മതപരിവർത്തനം നടത്തിയതിന്
തെക്ക് ഭാഗത്ത് നടന്നിട്ടുണ്ടാകുന്ന മതപരിവർത്തനങ്ങൾ പ്രധാനമായും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പരിവർത്തനങ്ങൾ. ഇവിടെ നടന്നിട്ടുള്ള പരിവർത്തനങ്ങൾ പ്രധാനമായും വ്യക്തി അടിസ്ഥാനത്തിലുള്ള പരിവർത്തനങ്ങൾ. വ്യക്തി അടിസ്ഥാനത്തിലുള്ള പരിവർത്തനങ്ങൾ സമാന്തരമായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടാകും. അവരുടെ ഓവറോൾ ആയിട്ടുണ്ടാകുന്ന ഒരു ഉപജീവന മാർഗങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വരുന്നു. അതെല്ലാം ആ ഉപജീവനത്തിലൂടെ മാറ്റങ്ങൾ വരിക. നേരത്തെ ശീലിച്ചു വന്നിട്ടുണ്ടാകുന്ന അതേ കാര്യം തന്നെയല്ല പരിവർത്തനത്തിന് ശേഷം അവർ പിന്നത്തോടുന്നത്. നേരത്തെ നെയ്ത്തുപണി നടത്തിയിട്ടുണ്ടാകുന്ന തറി ഉപയോഗിച്ച് നെയ്ത്തുപണി നടത്തിയിട്ടുള്ള അയാൾ പരിവർത്തനം ചെയ്ത് ഈ ഫാക്ടറിയിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ അയാൾ തികച്ചും ആധുനികമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു തൊഴിലാളിയായിട്ട് മാറും. തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിട്ട് പഴയ മത്സ്യത്തൊഴിലാളി പരിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മത്സ്യത്തൊഴിലാളിയായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. ആ വ്യത്യാസം എടുത്ത് പറയുന്നത്. അതാണ് ബാസൽ മിഷൻ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് സാർ ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. അതില് ഇത് നടത്തിയ അന്വേഷണങ്ങൾ, അതിന്റെ ഈ പ്രക്രിയയിൽ അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തിൽ ബാസൽ മിഷൻ എത്രമാത്രം നേതൃത്വം നൽകി, ഇങ്ങനെ ഒരു വലിയ ലക്ഷ്യവുമായിട്ടാണ് ബാസൽ മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അവർക്ക് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഞങ്ങൾ ഇവിടെ ആധുനിക വ്യവസായം തുടങ്ങാൻ പോവുകയാണ്, ആ ആധുനിക വ്യവസായത്തിന്റെ ഭാഗമായിട്ട് ഇത്രയും ആൾക്കാരെ ഞങ്ങൾ പരിവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നവർ ഒരു ഡിസിഷന്റെ ഭാഗമായിട്ടല്ല ഈ സംഘം ഇവിടേക്ക് വരുന്നത്. ഈ സംഘം ഇവിടെ വന്ന അവസരത്തിൽ ഉണ്ടായ അതിലുള്ള ഒരു ടെക്നോ ഇക്കണോമിക് കേപ്പബിലിറ്റി എന്നായിട്ടല്ല അവർ വരുന്നത്. പക്ഷെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന റീറ്ററേറ്റീവ് ആയിട്ടുള്ള പരീക്ഷണ വിജയ പരാജയങ്ങളുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് പലതും പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. ആ പരാജയങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ ആധുനിക വ്യവസായ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഈ ആദ്യത്തെ അധ്യായം ഒരു പൊതു വിശകലനമാണ്. രണ്ടാമത്തെ ഭാഗം പ്രധാനമായിട്ടും ഈ BM-ന്റെ പ്രത്യയശാസ്ത്ര വിശകലനമാണ്. ആ പ്രത്യയശാസ്ത്ര വിശകലനത്തിനകത്ത് കാൽവിനിസത്തെ സംബന്ധിച്ച് മാക്സ് വെബറും മറ്റും മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, അദ്ദേഹം എങ്ങനെയാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, അക്കാലത്ത് വളർന്നു വരുന്ന മുതലാളിത്ത വ്യവസ്ഥയും കാൽവിനിസവും അവരുടെ പ്രിൻസിപ്പിളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പ്രധാനമായിട്ടും തിയറൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള വെബറിന്റെ സംഭാവനകളെ സംബന്ധിച്ചെല്ലാം സാധാരണത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അടുത്ത അധ്യായത്തിൽ നമ്മളുടെ സൗത്ത് കനറ പ്രദേശത്തെയും മലബാർ ഭാഗത്തെയും സോഷ്യോ ഇക്കണോമിക് വിശേഷങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന ഒരു പ്രൊഫൈലാണ് ആ പുസ്തകത്തിന് നൽകുന്നത്. അതെങ്ങനെയാണ് അവർ തമ്മിലുണ്ടാകുന്ന താതാത്മ്യങ്ങൾ എന്തൊക്കെയാണ്, വൈജാത്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന അവസരത്തിൽ തന്നെ സൗത്ത് കനറ ഭാഗം, ഞാനൊരു ഒറ്റ ഉദാഹരണം മാത്രം പറയാണ്. പെട്ടെന്ന് മനസ്സിലാവും നമുക്ക്. സൗത്ത് കനറ ഭാഗം അരി കയറ്റുമതി ചെയ്യുന്നവരായിരുന്നു. മലബാറിലുള്ള ആൾക്കാർ അരി ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാർ. മലബാറിലുള്ള ആൾക്കാർ ജാതി കാര്യങ്ങളിൽ വളരെ വളരെ തീക്ഷ്ണമായ നിലപാടെടുത്തിരുന്നു. സൗത്ത് കനറയിൽ ഉണ്ടാകുന്ന ആൾക്കാർ കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള നിലപാടുകൾ. അത് ഞാൻ ധാരാളം ഉദാഹരണങ്ങൾ ഈ കമ്പാരിസൺ അകത്ത് അദ്ദേഹം നടത്തുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ചോദിച്ചെന്ന് മാത്രമേ. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടല്ല ഈ സംഘം കേരളത്തിലേക്കോ അല്ലെങ്കിൽ മലബാറിലേക്കോ ഇന്ത്യയിലേക്കോ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള പലതരത്തിലുണ്ടാകുന്ന പ്രക്രിയകളുടെ ഒരു ഘട്ടത്തിലാണ് അത് വിജയിക്കുന്നത്. ആ ഘട്ടങ്ങളെ ഈ പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ 3ആയിട്ട് വിഭജിക്കുന്നു. ഒന്ന് 1834 മുതൽ 1851 വരെ, 1852 മുതൽ 1882 വരെ, 1883 മുതൽ 1914 വരെ. അതിന് ശേഷം ഉണ്ടാകുന്ന ഈ ഇൻഡസ്ട്രിയൽ ട്രേഡിംഗ് കമ്പനിയുടെ രൂപീകരണവും അത് ഒരു ആധുനിക വ്യവസായം നടത്തുന്നതിന് അല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്നതിന് സഹായകമാകുന്ന രീതിയിൽ അതിന്റെ മൂലധന ബേസിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങൾ, ടെക്നോളജിയുടെ ഉപയോഗത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ, മാർക്കറ്റിംഗ് സംവിധാനത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ, അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റും ഇവരും തമ്മിലുണ്ടാകുന്ന പ്രത്യേക ധാരണകൾ, ഇതെല്ലാം ഈ പുസ്തകത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ള മാറ്റം, ജാതിക്കെതിരായിട്ടുള്ള ഒരു അവബോധം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന്റെ സോഷ്യലായിട്ടുള്ള ഇമ്പാക്ട്, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. പുതിയ ടെക്നോളജി ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്, അത് സാമൂഹിക ബന്ധങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മൊബിലിറ്റി, അതിന്റെ ഭാഗമായി ജനങ്ങളുടെ യാത്രയിലും അതുപോലുള്ള ഇടപെടലുകളിലും വന്നിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, മൊത്തത്തിലുള്ള ജീവിതക്രമത്തിൽ തന്നെ വന്നിട്ടുള്ള പരിവർത്തനങ്ങളും നമ്മളിവിടെ പരിശോധിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ ഒന്നുകൂടി വിപുലീകരിച്ച് പറയാൻ ശ്രമിക്കുകയാണ്. BM നടത്തിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ബാസൽ മിഷൻ നടത്തിയിട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളും ഇതര സംഘങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും തമ്മിലുണ്ടാകുന്ന വ്യത്യാസം, എങ്ങനെയാണ് ബാസൽ മിഷന്റെ പ്രവർത്തനങ്ങൾ ആ പരിവർത്തനത്തിന് വിധേയമായിട്ടുള്ള ആൾക്കാരെയും അല്ലാത്തവരെയും അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ ഒരു ലോകത്തിലേക്ക്, പുതിയ ഒരു തരം ജീവിതത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യലായിട്ടുള്ള ഇക്കണോമിക്കലായിട്ടുണ്ടാകുന്ന ഇമ്പാക്ട് വളരെ പോസിറ്റീവാണ്. ആണ് അതിനെ പ്രത്യേകം. പുതിയ തൊഴിലുകൾ നൽകുന്നതിന്, പുതിയ വരുമാനം നൽകുന്നതിന്,
പുതിയ രീതിയിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള സാമൂഹ്യ ഘടനയിലും മറ്റും വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. ആ ഒരു ഇൻഡിവിജ്വൽ ആണ് അതിലേറ്റവും പ്രധാനം. ഗ്രൂപ്പായിട്ടുണ്ടാകുന്ന പരിവർത്തനങ്ങളല്ല നടക്കുന്നതും വളരെ പ്രധാനപ്പെട്ട. അതേപോലെ തന്നെ ഒരു ഓവറോളായിട്ടുണ്ടാകുന്ന മാറ്റം. പിന്നീടുണ്ടാകുന്ന അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ സംവിധാനത്തിൻ്റെ തകർച്ച എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പരിസമാപ്തിയെ കുറിച്ചുള്ളതാണ്. ആ പരിസമാപ്തി എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാറ്റം. ആദ്യകാലത്ത് ഇവിടെ വന്നിട്ടുണ്ടാകുന്ന ബാസൽ എഡ്യൂക്കേഷൻ മിഷനും BEM സംവിധാനവും ഇവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തമ്മിലുണ്ടായിരുന്ന പ്രത്യേക തരത്തിലുള്ള ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ ഇരുകൂട്ടർ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ വ്യവസായം പല നിയമങ്ങളുടെയും പലതരത്തിലുണ്ടാകുന്ന നിയന്ത്രണങ്ങളുടെയും പശ്ചാത്തലത്തിൽ വളർന്നു വന്നിട്ടുണ്ടാകുന്ന സാഹചര്യം. പക്ഷെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി ബ്രിട്ടനും അതിൽ തന്നെ ബാസൽ BEM സംവിധാനം ഇവാഞ്ചലിക്കൽ മിഷൻ നേരിട്ട് ജർമ്മൻകാരുടെതൊന്നും അധിപത്യത്തിൽ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു എന്നുണ്ടെങ്കിലും ജർമ്മനിയുടെ പ്രധാന അല്ലെങ്കിൽ ജർമ്മൻകാരായിട്ടുള്ള പലരും ഇതിന്റെ മേധാവികളായിട്ട് ഉണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം വരുമ്പോഴത്തേക്കും യൂറോപ്പിൽ ജർമ്മനി ഒരു ഭാഗത്തും ബ്രിട്ടൻ വേറൊരു ഭാഗത്തും വരികയും ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്ന അതിന്റെ മറ്റ് കോളനികളിൽ ഉണ്ടാകുന്ന മാറ്റം ഇംഗ്ലീഷുകാരും ജർമ്മനിക്കാരും തമ്മിലുണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങളായിട്ട് മാറുന്നു. രണ്ട് പാളയത്തായിട്ട് അവർ വരുന്നു. അങ്ങനെ ഈ ബാസൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ബാസൽ മിഷന്റെ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരു ശത്രുപക്ഷത്താണ് എന്നുള്ള നിലപാടിലേക്ക് വരുന്ന ഒരു പ്രത്യേക തരത്തിലുണ്ടാകുന്ന നിയമം തന്നെ അതിനുവേണ്ടി പാസ്സാക്കപ്പെടുന്നു. അതിന്റെ എല്ലാം ഭാഗമായി ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രത്യേക നിയമം തന്നെ കൊണ്ടുവരികയും ആ നിയമത്തിന്റെ ഭാഗമായി ഈ നമ്മളുടെ കോമൺവെൽത്ത് അടങ്ങുന്ന ഈ കാണുന്ന കമ്പനികളെ കോഴിക്കോട് അടക്കമുള്ള കമ്പനികളെല്ലാം തന്നെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും അവിടുന്ന് പിന്നീട് ഒരു വർഷം കൂടി കഴിയുന്ന അവസരത്തിൽ 1920 ഈ കോമൺവെൽത്ത് ട്രസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രത്യേക സംവിധാനം ഉണ്ടാക്കി അതിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. അതിലൊന്നാണ് മാനാഞ്ചേരിന്റെ അപ്പുറത്ത് നമ്മൾ ഇന്ന് കാണുന്ന കോമൺവെൽത്ത് ഊട്ടി കമ്പനി, പുതിയറയുള്ള നമ്മുടെ ഇവിടുത്തെ BV കമ്പനി, പുതിയറയുള്ള ഊട്ടി വ്യവസായം, ഫറൂഖിലുള്ള ഊട്ടി വ്യവസായം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം. അതിനൊക്കെ തന്നെ 1834 മുതൽ ഇങ്ങോട്ടുണ്ടാകുന്ന വലിയൊരു ചരിത്രം നമ്മളോട് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ അവയെല്ലാം ചരിത്രപരമായിട്ടുള്ള മോണമെന്റ്സുകളാണ്. ആ രൂപത്തിൽ നമ്മൾ ഈ പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പുതിയറയിലെ ഊട്ട് കമ്പനിയെയും മാനാഞ്ചിറയിൽ ഉണ്ടാകുന്ന BV കമ്പനിയെല്ലാം കാണുന്ന അവസരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കെട്ടിടങ്ങൾക്ക് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിപ്പമുണ്ട് എന്നുള്ളത് ഈ പുസ്തകം വായിച്ചപ്പോൾ അതാണ് ആ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ അതിന്റെ ഒരു ഇന്നറായിട്ടുള്ള അത് സംഭാവന ചെയ്യുന്ന വലിയ മീനിങ് അതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ പുസ്തകം വായിച്ചിട്ട് നമ്മൾ ഈ സ്ഥാപനങ്ങളെ കാണുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ട് ഞാൻ എത്രയോ പ്രീഡിംഗ് പഠിക്കുന്ന കാലങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവറ്റിന്റെ പിറകിൽ വേറൊരു വലിയ ചരിത്രമുണ്ട് എന്നുള്ളത് എന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിന്റെ വലിയൊരു സംഭാവനയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓവറോളായിട്ട് തോന്നിയിട്ടുള്ള ഇതിലെ സ്ത്രീ പങ്കാളിത്തത്തെ കുറിച്ച് പറയുന്ന ഒരു ഘട്ടത്തിൽ സാർ പറയുന്നുണ്ട് ആകെയുള്ള 392 ജീവനക്കാരിൽ 216 പേരും സ്ത്രീകളാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ സാക്ഷരതാ നിലവാരത്തിൽ വന്നിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കാണേണ്ടത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ 12% ഇന്ത്യയുടെ സാക്ഷരത. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതലായിരുന്നു ഇവർ ഇടപെട്ടിട്ടുണ്ടാകുന്ന പ്രദേശത്തെ സാക്ഷരതയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. സോഷ്യൽ മൊബിലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, മലയാള ഭാഷയ്ക്ക് ഗുണ്ടത്തിനെ പോലുള്ള ആൾക്കാർ നൽകിയിട്ടുള്ള സംഭാവനകൾ, കന്നഡ ഭാഷയിൽ ഫെഡ്നാൻ കിറ്റൽ അതുപോലുണ്ടാകുന്ന ആൾക്കാർ നൽകിയിട്ടുള്ള സംഭാവനകൾ, പൊതു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആശുപത്രികൾ സ്ഥാപിച്ചുകൊണ്ട് സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് അത്തരത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ മൊത്തം ആ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിട്ടുള്ള. പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുന്ന അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ ആദ്യം തുടങ്ങിയിട്ടുള്ള കാര്യം തന്നെ ഞാൻ ഒന്നുകൂടി വീണ്ടും ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് 19ാം നൂറ്റാണ്ടിന്റെ 2ാം പാതിയിലും അതേപോലെ 20ാം നൂറ്റാണ്ടിന്റെ 1ാം പാതിയിലുമുള്ള വളരെ വിപുലമായ രൂപത്തിൽ ഉണ്ടാകുന്ന ഒരു ഡാറ്റാ ബേസിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പുസ്തകം. സാറ് പറഞ്ഞതുപോലെ ഒരു കഥ പറയുന്ന രീതിയിലല്ല ഈ പുസ്തകം. വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഡാറ്റാ ബേസിൽ പുസ്തകം. അത് ടേബിളുകളായിട്ടും ചിത്രങ്ങളായിട്ടും ചിത്രങ്ങൾ തന്നെ ഒരു ഡാറ്റാ ബേസാണ് ഈ പുസ്തകത്തിന്റെ ഒരു തെളിവാണ് പല രൂപത്തിലുണ്ടാകുന്നത്. ആ ബേസിലാണ് ഈ പുസ്തകം. അതൊരു വലിയ വർക്കിന്റെ ഭാഗമാണ്. അത് നമുക്ക് വായിക്കുന്ന അവസരത്തിൽ നമുക്കത് ഫീൽ ചെയ്യും. ഒരു അപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയൊരാശയത്തിൽ ആ പുതിയൊരാശയത്തെ വളരെ അപരിചിതമായിട്ടുള്ള ഒരു സമൂഹവുമായി ആ ആശയം ഏറ്റുമുട്ടിയിട്ടുള്ള അവസരത്തിൽ അത് ഗുണപരമായ ഏതൊക്കെ രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളത് ഈ പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് ഈ പുസ്തകത്തിന്റെ 2ാമത്തെ പ്രധാനപ്പെട്ട നേട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് അവസാനിപ്പിക്കുകയാണ്. 2 കാര്യങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്,
ഈ പുസ്തകം നമുക്കൊരു ആക്ഷൻ പ്രോഗ്രാമിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. ആ ആക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് മുമ്പിലുള്ള ഈ മോണുമെന്റ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നു എന്നുള്ളത് കൂട്ടായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടുന്ന, അതിലേക്ക് ഉൾവിളി തരുന്ന ഒരു പുസ്തകമാണ് ഇത് എന്നുള്ളത്. അതിനെപ്പറ്റി ഒരുപാട് പ്രവർത്തിച്ചിട്ട് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം ഈ പുസ്തകം എഴുതാൻ സാധിച്ചത്. ഇത് നേരത്തെ നല്ല രീതിയിൽ അതിന്റെ ബേസുകൾ ഡോക്യുമെന്റ് ചെയ്തിരുന്നു. ഇതേ കാലഘട്ടത്തിൽ ഈ പറയുന്ന 1914 1920 25 32 ഒക്കെ ഈ പ്രദേശത്ത് എത്രയോ വലിയ ഹ്യൂമാനിറ്റേറിയൻ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പലരും അതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. അത് കിട്ടാനില്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള സോഷ്യൽ റീകൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ സാധിക്കും. ആ പരിമിതി ആ കാലഘട്ടത്തിൽ ബാസൽ മിഷൻ ചെയ്തിട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ സാധിക്കുന്നു വളരെ കൃത്യമായിട്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതേ അവസരത്തിൽ ഇപ്പോൾ DMRT പോലുള്ള സ്ഥാപനങ്ങൾ, JDT ഇസ്ലാം പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഇതേ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആ രൂപത്തിൽ ഡോക്യുമെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ ഒരു പരിമിതിയാണ്. പക്ഷെ ഇതില്ല നമുക്കത് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കേരള വികസന മാതൃക എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ സാമൂഹ്യ പരിഷ്കരണങ്ങൾ മാത്രമല്ല നടന്നിട്ടുള്ളത്, ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ പുസ്തകം. അങ്ങനെയും ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു റെലവൻസ് ആണ് എന്നുള്ളത്. അങ്ങനെ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ഒരു അക്കാഡമിക് സമിതിയിലൂടെ ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥം നമുക്ക് ജയപ്രകാശ് സാറ് തന്നിരിക്കുകയാണ്. ഈ പുസ്തകം ഇതുപോലുള്ള ഒരു പണ്ഡിത സദസ്സിന് മുമ്പിൽ അഭിമതരായിട്ടുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ എനിക്ക് പരിചയപ്പെടുത്താൻ ഒരു അവസരം നൽകി എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകം എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Let me first congratulate Professor Jaiprakash Raghavaiah. Let me also thank the Malabar Diocese and Professor Raghavaiah for the honor and privilege of releasing this very important book on the industrial contribution of Basel Mission in Malabar and South Canada. I am indeed happy that the publication is taken care by the Malabar Diocese and the Mathrubhumi. And this collaboration speaks a lot. I know Professor Raghavaiah for a long time now. He is a researcher with an eye for the minute details and also for the big picture. What we normally say, both the micro and the macro level questions are answered in the research. He has a very personal commitment and connection with the story of the Basel Mission Industries. He offers almost an insider view of the narrative. And therefore, you will encounter a research of rigor as well as passion in his book. Research findings unfold in very simple but profound language and exhorts us to think critically of this story. And I thank Professor Raghavaiah on behalf of our community in Mangalore for the research he has done on the legacy and heritage of the South Canada Christians. In the mid-80s, 84-85, from then on I know him as a researcher.
I was a student at that time at the theological college. That was the time when Basel Mission celebrated 150 years of its existence in India. Professor Raghavaiah wanted to reprint the Basel Mission reports, but the church leadership at that point of time was skeptical. But today, in our digital era, it is available already in the web. Professor Raghavaiah was already ahead of his time. Most probably our leaders at that time thought that these reports will speak about the number of conversions, but conversion was never an issue with the Basel Mission. Transformation, holistic transformation was always their aim. Their emphasis was not so much on winning the soul, but they were on a life-giving, life-affirming, and life-flourishing mission. Normally, people look up to missions for the spiritual and religious contributions. But if you follow the writings of Professor Raghavaiah, starting from 1990s, he researches on the contribution of Basel Mission to industries. The first one came in 1990, Basel Mission Industries in Malabar and South Canara, 1834 to 1914. That was the golden time of Basel Mission. Very open, very enterprising. That was before the First World War. And the industrial development in Malabar, 1914 to 1947, which came out in 2011. And then the third book, Faith and Industrial Reformation, Basel Mission in Malabar and in South Canara, 2018. With all these books, Professor Raghavaiah invites us to behold the socio-economic and political contribution of Basel Mission, very well argued and documented in his research writings. In bringing this industrial revolution to Malabar and South Canara, Basel Mission was cautious. Through industrial revolution or industrial development, Basel Mission wanted to bring social justice to these places. A new developmental model was introduced. Specialization of labor and application of scientific knowledge to production process was introduced. Already in 19th century, the end of 19th century, we see the knowledge transfer, technology transfer, and what we speak now, the upskilling, the skill development was taken. It was a distinct and decisive step towards social harmony. Industrial development that Basel Mission introduced in Malabar and South Canara region enabled social mobility. It broke the caste system and society moved towards
class system, at least in our two regions. Women took active part in the industrial development and participated in the transformative process. This is also very important to know. Trade took new meaning. Thus far confined to agricultural produce and raw materials, now the finished products came to market. It transformed economy and social structures. Sustenance agriculture gave space to commercial agriculture. Labor market became a major issue. Exploitation, debt and bondage questions too came to the fore. This is where the Basel Mission made the difference. While the colonial master at that time was interested in industrialization and profit, the Basel Mission, they had their own trading company, which was one of the major players in our region in commerce. They brought industry for social justice. And this industrial development was a game changer. It explored socio-economic and political space. Feudal system which was holding people captive, more than people, their imagination and worldview in captive got exposed. The concept of space itself changed. Landless laborers, people from the lower castes and the untouchables found a new space to excel, and that was the industrial space. There was all of a sudden an opportunity to express themselves freely. This freedom of expression manifested in new definitions of the concept of asset and investment, the concept of margin and the concept of border also changed. A new way of utilizing time and space emerged. Basel Mission Archives has a map collection, and these maps are available in the web. You have maps of the mission compounds both in Malabar and in South Canara, in different places. You have maps of the tile factories and weaving factories, industrial spaces, and the maps of the villages teach us, if you look at them minutely, about effective utilization of space. How we can use the small spaces most effectively. At the same time, Basel Mission was already known for education. And education and industrialization actually helped the theory and practice to be understood clearly. Industrialization helped people to understand the social theories, economic theories, and scientific theories. And that changed the worldview. This was necessary to comprehend and understand the ideas the educational system was offering.
It was necessary to see the alternatives. Till the industrialization came in, our people had a skewed idea of the Western concepts. This led to the re-engineering of the self. That is what Professor Raghavaiah very clearly explores in his book. Re-engineering of the self, of the individual, and the re-engineering of the society, of the community. And this was exactly where the Basel Mission contributed to nation building. In industrial development and education, the West came to India to confront and to learn. The intercultural exchange was made possible. Intercultural learning began. And people started to understand the plurality. And then they engaged with that plurality. This was different from conquering. This was empowering and transforming. Basel Mission is known for its work in the field of linguistics. Education and linguistics helped this knowledge, technology, and skill transfer. This is where the two horizons met. To understand, to know, and to comprehend, a hermeneutical circle began. This is what we need to do today. Remembering and recapitulating the future. Reconstructing the self, re-engineering the society through reading the history, remembering, and looking at our future today. What I call remembering the future. When we remember the future, we get into our roots and we engineer the new wings, and we can reconfigure the mission. The community needs to strive to become entrepreneurial community with enterprising, innovative and creative power. If you look at our communities today, both in Malabar and in South Canada, we can see how much we have lost this enterprise, this innovation and this creativity. Probably the Malabar Diocese, through its Gundert, at present a Gundert museum, a Gundert museum which opens our eyes to the work of Gundert, should become a research center. A research center which should look into all aspects of missionary contribution, not only missionary contribution, our own Indian contribution along with the missionaries during the 19th and the 20th century. But this research center should connect with the Basel Mission Archives. Basel Mission Archives today has 3 departments: China and East Asia, India, Ghana and Africa. Among these 3, Indian Archives is
80%. The other two are smaller archives. Collaboration with Basel Mission Archives, collaboration with the University of Basel and probably with Tübingen, and collaboration with our universities in our neighborhoods. But at the same time, this research should be interdisciplinary. Theology is only a part of it. And when we enter into this type of interdisciplinary research, we rediscover the meaning of mission. May I thank once again for this opportunity to be here. It is an honor. And also thank Raghavaiah for making this conversation possible today, and the book may help us to continue the conversation, and may this be the starting point once again to rediscover our enterprise, innovation and creativity. Thank you.